ABVP-യിലൂടെ രാഷ്ട്രീയ പ്രവേശനം. ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ വഴികൾ സുപരിചിതയാണ് രേഖ ഗുപ്ത. ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചു കയറിയതു മുതൽ രാജ്യതലസ്ഥാനത്തെ BJP-യുടെ പ്രിയ നേതാവായി വളരുകയായിരുന്നു രേഖ. 3 തവണ കൌൺസിലറും സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് മുൻ മേയറുമായി പ്രവർത്തിച്ചു. 2022-ൽ AAP-യുടെ ഷെർലി ഒബ്രോയ്ക്കെതിരെ MCD മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. രേഖ ഗുപ്ത BJP മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. മുമ്പ് ഡൽഹി BJP-യുടെ ജനറൽ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചു. ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖ ഗുപ്ത വിജയിച്ചത്. 29,595 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രി എന്ന നിയോഗം കൂടിയാണ് രേഖ ഗുപ്തയെ തേടിയെത്തിയത്. രാജ്യതലസ്ഥാനത്തിന് ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിയെ നൽകിയ BJP 27 വർഷത്തിനിപ്പുറവും അതേ തീരുമാനത്തിലേക്ക് എത്തിയെന്നതും ശ്രദ്ധേയം. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും അതിർഷിക്കും ശേഷം 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത എത്തി. രാജ്യത്ത് നിലവിൽ BJP-യുടെ ഏക വനിതാ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും രേഖ ഗുപ്തയ്ക്ക് തന്നെ. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ ബന്ദന കുമാരിയെ പരാജയപ്പെടുത്തിയാണ് രേഖ ഗുപ്ത ഷാലിമാർ ബാഗിന്റെ MLA ആയത്. അങ്ങനെ ഷാലിമാർ ബാഗ് മുഖ്യമന്ത്രിയുടെ മണ്ഡലവുമായി. കാം ഹി പെഹ്ചാൻ, എന്റെ ജോലിയാണ് എന്റെ ഐഡന്റിറ്റി എന്നതായിരുന്നു വെബ്സൈറ്റിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രേഖ ഗുപ്ത ഉപയോഗിച്ചിരുന്ന ടാഗ്ലൈൻ. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖയെ നാമനിർദ്ദേശം ചെയ്തതിലൂടെ വിവാദങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരിയും പുതുമുഖത്തെയും കൂടിയാണ് BJP തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.